ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ SUV വാഹനങ്ങൾ വിറ്റഴിക്കപ്പെട്ട ഒരു കമ്പനിയാണ് മഹേന്ദ്ര. പ്രത്യേകിച്ചും മഹേന്ദ്രയുടെ ജീപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദീർഘവർഷം കേരളത്തിലെ പല മലയോരങ്ങളിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു വാഹനമായിരുന്നു അത്. ജീപ്പിൻ്റെ പല മോഡൽ മലയാളക്കര കണ്ടിട്ടുണ്ട്. അത് ഹൈ റേഞ്ചിലും മലയോരങ്ങളിലും ചതുപ്പ് നിലങ്ങളിലും ഓടിക്കാൻ അടിപൊളിയായിട്ടുള്ള ഒരു വാഹനമാണ്. കാലക്രമേണ അതിൻ്റെ സ്കോർപിയോ വന്നു, പിന്നെ താർ വന്നു, ബൊളേറോ വന്നു. അങ്ങനെ പലതരത്തിലുള്ള വാഹനങ്ങൾ മഹേന്ദ്ര ഇറക്കിയിട്ടുണ്ട്. മഹേന്ദ്രയുടെ വണ്ടികളെക്കുറിച്ച് ആളുകൾ പറയുന്ന അഭിപ്രായം വളരെയധികം സ്ട്രോങ് ആണ്, ബലമുണ്ട്, ഡ്യൂറബിളാണ്, ഏത് ടെറൈനിലും ഓടിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ മഹേന്ദ്രയുടെ ഇലക്ട്രിക് വാഹനം വന്നിരിക്കുകയാണ്. ഇലക്ട്രിക് വാഹനത്തിന് 21 ലക്ഷം രൂപയാണ് വില. അവർ പറയുന്നത് ആദ്യ ദിനത്തിൽ തന്നെ 8472 കോടിയുടെ ബുക്കിംഗ് വന്നു. വമ്പൻ റെക്കോർഡാണ്. ഇന്ത്യയിൽ ഒരു ഇലക്ട്രിക് SUV വാഹനത്തിനും ഇത്രമാത്രം സെയിൽസ് ആദ്യത്തെ ദിവസം തന്നെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിട്ടില്ല. ആ വാഹനം 21 ലക്ഷം രൂപയാണ് വില. 682 കിലോമീറ്റർ ഫുൾ ചാർജ് ചെയ്താൽ മൈലേജ് കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് ഒറ്റ ഫുൾ ചാർജിന് അത്രയും കിലോമീറ്റർ മൈലേജ് കിട്ടും. ടാറ്റ കർവ് കാറിനെ പോലെയാണ് ഇരിക്കുന്നത്. ടെസ്ല കാറിനെ വെല്ലുവിളിക്കുന്ന ഫീച്ചേഴ്സൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അടിപൊളിയായിട്ടുള്ള ലുക്ക് ആൻഡ് ഫീൽ ഉള്ള ഒരു കാറാണ്. വാഹനം നല്ല ഹൈറ്റ് ഉള്ള ഒരു കാറാണ്. കണ്ടു കഴിഞ്ഞാൽ വലിയൊരു ട്രക്ക് പോലെ ഇരിക്കുന്ന ഒരു കാറാണ്. ഉള്ളിൽ ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ഉണ്ട്. ഓടിക്കാൻ വളരെ സുഖമാണ്. അതിനെക്കുറിച്ചുള്ള റിവ്യൂ ഇപ്പോൾ യൂട്യൂബിൽ കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി നല്ലതായതുകൊണ്ടായിരിക്കുമല്ലോ ആളുകൾ ഇത്രമാത്രം ബുക്ക് ചെയ്യാൻ കാരണം. പിന്നെ മാത്രമല്ല, മഹേന്ദ്രയുടെ വരവിന് വേണ്ടി ഇന്ത്യയുടെ EV മാർക്കറ്റ് കാത്തിരിക്കുകയാണ്. അപ്പോൾ EV മാർക്കറ്റിൽ വലിയ തരംഗം സൃഷ്ടിക്കാൻ മഹേന്ദ്രയുടെ ഈ ഒരു ഇലക്ട്രിക് വാഹനത്തിന് കഴിയും എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്.